ഉള്ളവരെ നമ്മളെ ഒരാൾ ഒഴിവാക്കുകയാണ് എന്ന് തോന്നി തുടങ്ങിയാൽ ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് നേരിടേണ്ടി വരുന്നത്, നമ്മൾ വിളിക്കുമ്പോൾ കോൾ എടുക്കാൻ സൗകര്യമുണ്ടാവില്ല, നമ്മൾ അയക്കുന്ന മെസ്സേജിന് മറുപടികൾ ഉണ്ടാവില്ല, നമ്മൾ എത്ര അവരെ കാത്തു നിന്നാലും അവർക്ക് നമ്മളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഒരു കാര്യത്തിനും അവർക്ക് നമ്മളായിട്ട് ഒരു സമയം ഉണ്ടാവില്ല. ജീവിതത്തിൽ അങ്ങനെയൊക്കെയാണ് ചില ആളുകൾ നമ്മളെ ഒഴിവാക്കണം തോന്നുമ്പോൾ ചെയ്യാവുന്ന കുറേ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. നമ്മളെത്ര സ്നേഹിച്ചാലും, നമ്മളെത്ര അവരെ മാറോട് ചേർത്ത് സ്നേഹിച്ചാലും അവർക്ക് നമ്മളെ തിരിച്ച് സ്നേഹിക്കാൻ ഒരു കാരണവും ഉണ്ടാവില്ല. പക്ഷേ കാരണം ഉണ്ടാവുന്നത് ഇങ്ങനെയാണ്, അവരെ സ്നേഹം മറ്റൊരാൾക്ക് പോയത് കൊണ്ടായിരിക്കാം നമ്മളോട് സംസാരിക്കാനും മിണ്ടാനും ഒന്നിനും സമയം ഇല്ലാത്തത്. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഒരുപാട് കാലമൊന്നും നമ്മൾ ജീവിച്ചിരിക്കണമെന്നില്ല. പക്ഷെ കുറച്ച് കാലം ജീവിച്ചിരിക്കുന്നുവെങ്കിലും അത് മനസ്സമാധാനത്തോടെ നമ്മുടെ പങ്കാളിയോട് കൂടി സ്നേഹിച്ച് കഴിയുകയാണെങ്കിൽ അതിനോളം സ്നേഹം വേറെ ഒന്നുമില്ല. അപ്പോൾ സ്നേഹിക്കുന്ന ആളുകൾ വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് സ്നേഹിക്കാതിരിക്കുക, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. ജീവിതത്തിൽ സുഖവും സന്തോഷവും എല്ലാം കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സമാധാനത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ മതി. എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പ്രണയങ്ങൾ മാത്രമാണ് ആ രണ്ട് വ്യക്തികൾക്കും സുഖവും സന്തോഷം ഉണ്ടാവും. അതായത് ആത്മാർത്ഥമായ പ്രണയം ഉള്ളവിടത്ത് മാത്രമേ നമുക്ക് സുഖവും സന്തോഷവും സമാധാനവും ഉണ്ടാവുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പടരുന്ന സ്നേഹവും പ്രണയമൊക്കെ ഉണ്ട്. പക്ഷേ ആ പ്രണയത്തിലും നാം ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വിളികൾ കുറയാം, മെസ്സേജുകൾ കുറയാം, നമ്മളായിട്ടുള്ള എല്ലാ അറ്റാച്ച്മെൻറ്റും അത് കുറഞ്ഞെന്നിരിക്കാം. പക്ഷേ ജീവിതത്തിൽ സ്നേഹിക്കണമെങ്കിൽ ആത്മാർത്ഥമായി സ്നേഹിക്കുക. ആത്മാർത്ഥമായി സ്നേഹിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ സുഖവും സന്തോഷവും സമാധാനവും ഉണ്ടാവും.